നാളെ തിരുവോണമാണ്. നിങ്ങൾക്കറിയാം വീടുകളിലൊക്കെ സദ്യയോട്ട് ഒരുക്കുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ സദ്യ കഴിക്കേണ്ടത്? അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കാര്യം സദ്യ പുതിയ തലമുറയ്ക്കൊക്കെ സദ്യ എങ്ങനെ കഴിക്കണമെന്ന കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ കാണും. നമ്മൾ എങ്ങനെയെങ്കിലും ആമാശയത്തിലേക്ക് വാരി എത്തിക്കുക എന്നുള്ളതല്ല. ഇതൊരു കലാപരിപാടി തന്നെയാണ്. സർഗ്ഗബോധം ഇതിൽ വേണം. രുചിയുടെ കുലപതിയായ പഴയുടെ മോഹൻ നമ്പൂതിരിയുടെ കലവറയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്നാൽ എങ്ങനെ ഉണ്ണണം എന്ന കാര്യം അദ്ദേഹം നമ്മെ പഠിപ്പിക്കും. കോട്ടയത്തെ പഴയിടത്തിൻ്റെ പാചകപ്പുരയിൽ ടോബി ജോൺസൺ ഉണ്ട്. സദ്യ എങ്ങനെ ഉണ്ണാതിരിക്കണം എന്നാണ് പഴയിടം പറയേണ്ടത്. ഞാനിപ്പോൾ ഉള്ളത് പഴയിടത്തിൻ്റെ പാചകപ്പുരയിലാണ്. നമ്മൾ കണ്ടിട്ടുള്ളത് കലോത്സവ വേദികളിലെ പാചകപ്പുരകളാണ്. അവിടെ പഴയിടം ആ മായാജാലം തീർക്കുന്ന കാഴ്ചകളും അതിൻ്റെ രുചികളുമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുറിച്ചിത്താനത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പാചകപ്പുരയിൽ തന്നെയാണ്. എന്തായാലും തിരുവോണത്തിന് നൽകാനുള്ള സദ്യയുടെ ഓർഡറുകളെല്ലാം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ തിരക്കിട്ട ജോലികൾ, അവസാനവട്ട ജോലികളാണ്. ഇന്ന് രാത്രി മുഴുവൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് പഴയിടവും ഇവിടെയുള്ള ജോലിക്കാരും എല്ലാം ഉള്ളത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടാം. അദ്ദേഹം ഇപ്പോൾ പാലടയ്ക്ക് വേണ്ടിയുള്ള പാലടയ്ക്കുള്ള പാല് തിളപ്പിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാം അവസാന ഘട്ടത്തിലോട്ട് എത്തിയോ? ഇല്ലില്ല, ഇപ്പൊ സമയത്തിലല്ലേ ഉള്ളൂ. ഇത് രാവിലെ ഒരു 3 മണി 4 മണിക്കൊക്കെ ആയാൽ മതിയല്ലോ. അല്ല, ഇത് പക്ഷേ 1 മണിക്ക് വിടണ്ട, ഗേറ്റ് പുറത്തേക്ക് വിടേണ്ട സാധനങ്ങളാണ്. എല്ലാ വിഭവങ്ങളും ഏകദേശം അടുപ്പിച്ചോ? ഇനി എല്ലാം ഇതിൻ്റെ ഒരു സെമി കുക്ക്ഡ് മൂഡിൽ നിൽക്കുകയല്ല. ഇനി ബാക്കിയുള്ള എല്ലാവരും ഒരു മണിക്ക് ശേഷം നമുക്ക് തീയിടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകും. അപ്പം നമുക്ക് അറിയേണ്ട ഒരു കാര്യം എങ്ങനെ സദ്യ ഉണ്ണാം എന്നുള്ളതാണ്. അതായത് ഓണത്തിന് എങ്ങനെയാണ് സദ്യ ഉണ്ണേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ണരുത് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുക. അതെങ്ങനെയാണ്? അതൊരു ചോദ്യം എന്താ വെച്ചാൽ പറയാം. ഞാൻ ഇടയ്ക്ക് മാറും, പണിത്തരത്തേക്ക് ആയിക്കോട്ടെ. അത് ഓരോ സ്ഥലത്തിൻ്റെ അനുസരിച്ച് വ്യത്യാസമുണ്ട് കഴിക്കുന്ന രീതിക്ക്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാണെന്നല്ല, ആദ്യം തന്നെ അവർ പരിപ്പ് ഒഴിച്ചിട്ട് നെയ്യ് ഒഴിച്ച് പപ്പടം കൂട്ടി ഊണ് കഴിച്ചിട്ട് സാമ്പാർ വാങ്ങുന്നു. സാമ്പാർ വാങ്ങിയതിന് ശേഷം രസം വാങ്ങുന്നു. രസം വാങ്ങിയതിന് ശേഷം പായസം വിളമ്പുന്നു. പായസം വിളമ്പിയിട്ട് രണ്ടാമത് പിന്നീട് വീണ്ടും ചോറ് കൊടുക്കണം, പുളിശ്ശേരി ഒഴിക്കുന്നു, മോര് കൊടുക്കണം. അങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഊണിൻ്റെ രീതി. പക്ഷേ അത് മധ്യ തിരുവിതാംകൂറിലെത്തുമ്പോൾ അതൊന്നും മാറുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ആദ്യം നമ്മൾ നെയ്യ് പരിപ്പ് കഴിഞ്ഞിട്ട് സാമ്പാറും കഴിഞ്ഞ് പുളിശ്ശേരിയും കഴിഞ്ഞാണ് പായസം വിളമ്പുന്നത്. പായസം കഴിഞ്ഞാൽ പിന്നെ ചോറ് വിളമ്പിട്ട് മോരും രസം കൊടുക്കുന്നു. വടക്കൻ കേരളത്തിൽ ഇതൊന്നുമല്ല. വടക്കൻ കേരളത്തിൽ സാമ്പാറും രസമേ ഉള്ളൂ ഒഴിക്കാൻ. കാളൻ നിന്ന് പറയുന്ന കുറുക്കാളുണ്ട്, ചമ്മന്തിക്കാളുണ്ട്, ഇലയുടെ അരി വിളമ്പുന്നതാണ്. പരിപ്പും ഇലയുടെ അരികിലെ വിളമ്പുള്ളൂ. അപ്പോൾ രണ്ടായിട്ട് ഒഴിച്ചു കൂട്ടാനായിട്ട് ശരിക്കും ഉള്ളൂ സാമ്പാറും രസവും മോരും. അപ്പോൾ അതിൻ്റെ അങ്ങനെ ചില വ്യത്യാസങ്ങൾ ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാത് സ്ഥലത്തെ ആൾക്കാർ പറയുന്ന അല്ല, അവരുടെ ശീലങ്ങളല്ലേ ശരിയാവുള്ളൂ. ഓരോ സ്ഥലത്തിനനുസരിച്ച് ഉണ്ട്. സ്ഥലങ്ങളിലേക്കെല്ലാം നമ്മൾ സദ്യ കൊടുക്കാറുണ്ട്. എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. നല്ലതല്ലാത്ത ശീലങ്ങൾ, അതായത് ഇങ്ങനെ സദ്യ അല്ല, അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഇക്കാലം മാത്രമേ ശീലിച്ചു വന്ന ചില ശീലങ്ങളാണ്. അത് ഒന്ന് തെറ്റാണോ ഒന്ന് ശരിയാണെന്ന് പറയാൻ ഞാനാളല്ല. അവരുടെ ശീലങ്ങൾ അവർ കൊണ്ടു നടക്കട്ടെ. എന്തായാലും സദ്യ കഴിക്കുന്നു, അത് ആസ്വദിച്ച് കഴിക്കുന്നു, നമ്മളത് അഡ്മിറ്റ് ചെയ്താൽ പോരെ എല്ലാവർക്കും. എങ്ങനെയാണ് ഈ ഒരു ഓണക്കാലം? ഒരു കോവിഡ് ഉണ്ടായിരുന്നു, പ്രളയം ഉണ്ടായിരുന്നു, അതിനൊക്കെ ശേഷം ഒരു സന്തോഷകരമായ ഓണത്തിലേക്ക് ഇപ്പോൾ വീണ്ടും മാർക്കറ്റും എല്ലാം വളരെ ലൈവായി കഴിഞ്ഞു. ഇഷ്ടം പോലെ ഓർഡർ വരുന്നുണ്ട്. നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് നല്ലോണം ഓണം. എന്തൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ? എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം ഉണ്ടോ ഇത്തവണ? സാധാരണ ഈ ഓണത്തിന് വോളിയം കൂടുതൽ വോളിയം നമ്മൾ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് സ്പെഷ്യൽ ഐറ്റത്തിലേക്കൊന്നും പോകാറില്ല, അല്ലെങ്കിൽ സമയത്ത് കൊടുക്കാൻ പറ്റാറില്ല. സാധാരണ നമ്മൾ കൊടുക്കുന്ന ഐറ്റംസ് ഇപ്പോൾ പായസങ്ങൾ 4-5 പായസമുണ്ട്. അടപ്രഥമൻ ഉണ്ടാവും, പാലട ഉണ്ടാവും, പരിപ്പുണ്ടാവും, ഗോതമ്പുണ്ട്, പഴമുണ്ട്. അങ്ങനെ 5 പായസങ്ങളിൽ കൊടുക്കും. പിന്നെ സദ്യയുടെ എല്ലാ ഐറ്റവും 23-24 ഐറ്റം വെച്ചിട്ടുള്ള എല്ലാ ഐറ്റം കൊടുക്കും സദ്യക്ക്. നമ്മൾ ഈ പല നാട്ടുകാരുണ്ടല്ലോ, അപ്പോൾ അവർക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഒന്ന് പെട്ടെന്ന് പറയാം. അയ്യോ, അങ്ങനെ പറയാം. അതിപ്പോൾ എല്ലാവർക്കും, ചില ആൾക്കാർക്ക് അവിയലായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് ഓലനായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനിപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സാധനമല്ലേ ഈ വെജിറ്റേറിയൻ കുക്കിങ്ങിൻ്റെ അകത്ത് അങ്ങനെ പ്രശ്നമുണ്ട്. പെട്ടെന്നൊന്നും പറ്റില്ല, എല്ലാം സ്ലോ കുക്കിംഗ് ആണ്. പതുക്കെ ഉണ്ടാക്കി കൊടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ട്. ഇത് ക്രേസുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം എല്ലാ രീതികളും ശരിയായ രീതികൾ തന്നെയാണെന്നാണ്. അതെ, തീർച്ചയായിട്ടും. അതാത് സ്ഥലങ്ങളിലുള്ള ശീലങ്ങൾ ആ ശീലങ്ങൾ തന്നെ തുടരട്ടെ. നമ്മൾ അതിലേക്കൊന്നും ഫോഴ്സ് ചെയ്തൊന്നും ചെലുത്തേണ്ട കാര്യമില്ല. എന്തായാലും ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടല്ലോ, നമ്മൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും അങ്ങനെയാണ് പഴയിടം പറയുന്നത്. അതായത് എല്ലാ രീതികളും ശരിയാണ്, സന്തോഷമാണ്.
ഭക്ഷണമാണ്, തിരുവോണമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രീതികളിലും എല്ലാം അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. SK. താങ്ക് യു ടോമി. മറ്റൊരു കാര്യം, നമ്മുടെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ റിപ്പോർട്ടറുടെ പടവലങ്ങ ഡിസൈനുള്ള ഷർട്ട് കൊള്ളാം, പഴയിടം സദ്യക്ക് അറിഞ്ഞിട്ടതാണെന്ന് കരുതുന്നത്. ഒന്നുമല്ല, അദ്ദേഹം അത് ഇട്ടുകൊണ്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഓണത്തിമിർപ്പിൻ്റെ വാർത്തകളാണ് പലയിടങ്ങളിൽ നിന്ന് വരുന്നത്. ഇവിടെ മാത്രമല്ല, വിദേശ നാടുകളിലൊക്കെ തന്നെ ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ്. ഇന്ന് രാത്രിയിലൊക്കെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ആളുകൾ നാളത്തെ സദ്യ കെങ്കേമമാക്കും. അപ്പോൾ പഴയിടം പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വയ്ക്കുക. കാരണം അദ്ദേഹത്തിന് വെജിറ്റേറിയൻ സദ്യ ഉണ്ടാക്കുന്നതിൽ അപാരമായ ഒരു കഴിവുണ്ട്, വൈഭവമുണ്ട് എന്ന് നമുക്കറിയാം. താങ്ക് യു പഴയിടം നമ്പൂതിരി.